ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. എൻ്റെ പേര് രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് നല്ല തട്ടുകട സ്റ്റൈലിലെ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇടാവോ എന്ന് ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കിതുവരെ ഇടാൻ പറ്റിയില്ല, ഒത്തിരി താമസിച്ചു പോയി, സോറി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മിക്കവാറും ചിക്കനൊക്കെയാണ് വാങ്ങാറുള്ളത്, ബീഫ് അധികം വാങ്ങാറില്ല, വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഞാൻ നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. വെൽക്കം ടു ഹോം മെയ്ഡ്. ആദ്യം നമുക്ക് കുക്കർ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ബീഫ് റോസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണിൽ കുറയാതെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ പറയുന്ന മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ 2.5 ടേബിൾ സ്പൂണിൽ കുറയരുത് ഇഞ്ചി ചതച്ചത്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അളവ് കുറഞ്ഞു പോയാൽ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് അങ്ങ് ഒത്തിരി കുറഞ്ഞു പോകും. അപ്പോൾ 2.5 ടേബിൾ സ്പൂണിൽ കുറയാതെ ഇഞ്ചി ചതച്ചത് എടുക്കുക, നന്നായിട്ട് ചതച്ചെടുക്കണം. അതിനുശേഷം അത് എണ്ണയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഞാൻ 2.5-3 ടേബിൾ സ്പൂണിനടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി അല്ലിയെങ്കിലും കാണും. വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു പിടി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയുടെ അളവ് കൂട്ടിയാൽ കൂടുതൽ ടേസ്റ്റാണ്. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു പിടി ചുവന്നുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് 4-5 വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ആവശ്യത്തിന് ചേർക്കണം, എന്നാലേ ഗ്രേവി നല്ല തിക്കായി, നല്ല റോസ്റ്റ് നന്നായിട്ട് തിക്കായി കിട്ടുള്ളൂ. അപ്പം 4 വലിയ സവോള നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ സവോളയാണെങ്കിൽ 5-6 എടുക്കാവുന്നതാണ്. ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഒരു 1-1.5 കപ്പ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 1 കപ്പെങ്കിലും ചേർത്തിരിക്കണം. ഇതും കൂടെ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് സവോള വാടാൻ മാത്രം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പിപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് പിന്നീട് ബീഫ് ചേർക്കുമ്പോഴൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പം അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഇപ്പോൾ കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സവോള ഒന്ന് നന്നായിട്ട് വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവോള ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ വഴറ്റി കൊടുക്കുക. ഒത്തിരി അങ്ങ് മൊരിച്ചൊന്നും എടുക്കണ്ട. എണ്ണ പോരെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ആയി ഒന്ന് കുഴഞ്ഞു വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. ബീഫ് റോസ്റ്റ് വയ്ക്കുമ്പോൾ എപ്പോഴും ചെറിയ പീസായിട്ട് എടുക്കുന്നതാണ് ടേസ്റ്റ്. വലിയ പീസാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടില്ല. അപ്പം അതിൻ്റെ പീസെല്ലാം അത്രയും ടേസ്റ്റ് വരില്ല. അപ്പം നന്നായിട്ട് ചെറിയ പീസാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുഞ്ഞു പീസായിട്ട് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ബീഫും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് പോരാത്ത കുറച്ച് ഉപ്പ് കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് വീണ്ടും നമുക്ക് അവസാനം പോരെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഏകദേശം ഒരു സ്പൂണോളം ഉപ്പും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയൊക്കെ നമുക്ക് പോരെന്ന് തോന്നിയാൽ പിന്നീടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 2 വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഇട്ടാണെങ്കിൽ അത്രയും നല്ലത്,
2 വലിയ തക്കാളി അരിഞ്ഞെടുത്തത്, വലുതായിട്ട് അരിഞ്ഞാൽ മതി, ചെറുതായിട്ടൊന്നും അരിയേണ്ട കാര്യമൊന്നുമില്ല. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 കപ്പോ 1/4 കപ്പോ അത്രയും മതി, അതിൽ കൂടുതൽ വെള്ളം ചേർക്കണ്ട, ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1-2 മിനിറ്റ് അങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5-6 വിസിൽ വരുന്നവരെ മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ, അത് നല്ല തീയുള്ള സ്റ്റൗ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. 5-6 വിസിലിൽ കുറയാതെ അടുപ്പിക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് ഏകദേശം വെന്തിട്ടുണ്ട്. അങ്ങനെ വെന്ത് പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയല്ല, എന്നാലും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇനി ഇത് നമുക്ക് ഒരു നല്ല അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റണം. ഒന്നെങ്കിൽ ഉരുളിയോ അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടി അങ്ങനെ എന്തെങ്കിലും ആവാം. ഇനി ഇതിനകത്തേക്ക് പോരാത്ത ഉപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ 2 പ്രാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം. ഇനി പോരെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. എനിക്കിതിപ്പോൾ പോരാ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ചേർത്തത്. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. അതിന് എരിവ് കുറവായതുകൊണ്ട് 2.5 ടീസ്പൂൺ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1.5 ടീസ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത്. മീറ്റ് മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. മീറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ആയാലും മതി, കുഴപ്പമില്ല. മീറ്റ് മസാലയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ അത് കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മല്ലിപ്പൊടി കൂടുതലായാൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു നമ്മൾ 2.5 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്തപ്പോൾ ഏകദേശം 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി മതിയാവും, കൂടിപ്പോകരുത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വരട്ടിയെടുക്കണം. ഇതിനകത്ത് നിറയെ വെള്ളമൊക്കെ ഉള്ളതല്ലേ, ഈ വെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് വരണ്ട് വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുക. നമ്മൾ പൊടിയൊക്കെ ചേർത്തല്ലേ, അപ്പം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി മാറി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അതേ വെള്ളം വറ്റി വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇപ്പോൾ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മാക്സിമം കറിവേപ്പിലയൊക്കെ ചേർക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില ഒന്നും കുറഞ്ഞു പോയാൽ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് വരില്ല. അപ്പോൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയും കുറച്ചുകൂടി ഇത് വറ്റി വരാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറ്റി മാറ്റി വെച്ച് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു പരുവാകുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ നോക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ കിടിലൻ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക് you.